ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആറന്മുള ദേശത്തെ 52 പള്ളിയോടങ്ങളും ജലഘോഷയാത്രയിലും മത്സരവള്ളങ്ങളിലും പങ്കെടുക്കും. കണ്ണനായരും CK അഭിലാലും ജയലക്ഷ്മിയും വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്നും ചേരുന്നുണ്ട്. കണ്ണനായർ, അഭിലാൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഈ പള്ളിയോടങ്ങൾ എഴുന്നള്ളി പോകുന്നത് കാണാനായി ബാക്കിയുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് രണ്ടാളും നിൽക്കുന്നതെന്നറിയാം. വിവരങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കും. വലിയ ആഘോഷത്തിൽ സന്തോഷത്തിലാണ് ഈ വള്ളംകളി പ്രേമികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ. വലിയ ആരവങ്ങൾ പമ്പയുടെ ഇരുകരകളിലും ഉയർന്നിട്ടുണ്ട്. പള്ളിയോടങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 70 കിലോമീറ്റർ ദൂരം ഉള്ള ഒരു വള്ളംകളി ചരിത്രമുള്ള അല്ലെങ്കിൽ വള്ളംകളി പാരമ്പര്യമുള്ള ഒരു വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആ പള്ളിയോടങ്ങൾ 52 പള്ളിയോടങ്ങൾ എ ബാച്ചിൽ 35ഉം ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളും വലിപ്പത്തിന്റെ വ്യത്യാസത്തിലാണ് ബി ബാച്ചുകളായി വേർതിരിക്കുന്നത്. എന്തായാലും വലിയ ആ പള്ളിയോടങ്ങളെല്ലാം തന്നെ അല്പസമയത്തിൽ തന്നെ ഇവിടേക്ക് എത്തും. 1 മണിയോടുകൂടി വള്ളംകളി മത്സര വള്ളംകളി ജലഘോഷയാത്ര ആരംഭിക്കും. അതെ, ജലഘോഷയാത്രയോടുകൂടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജലഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് മത്സര വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. 3 മണിയോടുകൂടി മത്സര വള്ളംകളി ആരംഭം കുറിക്കും. 2 ബാച്ചുകളായിട്ട്. ആദ്യം ബി ബാച്ചിന്റെ മത്സരമാണ്. 17 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. പിന്നീട് 34 വള്ളങ്ങളാണ് എ ബാച്ചിൽ മത്സരരംഗത്തേക്ക് വരുന്നത്. ഒരു പള്ളിയോടം അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ജലഘോഷയാത്രയിൽ 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കുമെങ്കിൽ 51 പള്ളിയോടങ്ങൾ മാത്രമായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വൈകുന്നേരം ഒരു 7 മണി വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ തന്നെ മത്സരത്തിന്റെ സംഘാടനം കണക്കിലെടുക്കുമ്പോൾ 7 മണിയോടുകൂടി നമുക്ക് 1ാം സ്ഥാനക്കാരനെ അറിയാൻ സാധിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വേഗത്തിലെത്തുന്ന പള്ളിയോടമല്ല ആറന്മുളയിൽ മത്സരത്തിൽ ഒന്നാമതെത്തുന്നത് എന്നുള്ളതാണ്. മത്സര വള്ളംകളിയിൽ ആറന്മുളത്തെ മാറ്റി നിർത്തുന്നത് ചരിത്രവും അതോടൊപ്പം തന്നെ വിശ്വാസവും ഒക്കെ കൂടി ചേരുന്നുണ്ട് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഏറെ വ്യത്യാസമാണ് ഇതിന്റെ സംഘാടനത്തിൽ ആകമാനം ഉള്ളത്. നമുക്ക് ഈ സൈഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും വൻമഴി പള്ളിയോടമാണ്. 2006 പുറത്തിറക്കിയ വള്ളമാണ്, മണിഞ്ഞ് നീട്ടിറക്കിയ വള്ളമാണ്. മന്നം 2011 മന്നം ട്രോഫി നേടിയിട്ടുള്ള വള്ളമാണ്. ആ വള്ളമടക്കം, ആ പള്ളിയോടം അടക്കമുള്ള പള്ളിയോടങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഓരോ സൈഡിലായി നിരയായിട്ടിരിക്കുകയാണ്. ഇതുപോലെയല്ല ഈ ജലഘോഷയാത്രയ്ക്ക് മുമ്പ് ഈ വള്ളം ഒരുക്കി കഴിയുമ്പോഴേക്കും ഒരു ഗജവീരനെ എങ്ങനെയാണോ ഒരുക്കുന്നത് വരവിനെയും കുറിച്ചും അതിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ ജയലക്ഷ്മി വളരെ വിശദമായി പറയും. ജയലക്ഷ്മി ഉണ്ട് നമുക്കൊപ്പം. ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ ആചാരങ്ങൾ ദീപവുമായി അങ്ങനെ സത്രക്കടവിലേക്ക് പോകുന്നതിൽ തുടങ്ങി മറ്റെന്തൊക്കെ ആചാരങ്ങളാണ് ഇന്ന് നടക്കുക? വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ ഈ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ഉഗ്രൻ മാവേലിയുണ്ട്, വേല കളിക്കാരുണ്ട്. അങ്ങനെ എല്ലാവരും വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് സത്രക്കടവിലേക്ക് പോവുകയാണ് ഭദ്രദീപം തെളിയിക്കാനായിട്ട്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അതേപോലെ എല്ലാവർക്കും ഒരു ഭക്തി മാത്രമുള്ള ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ ഈ കാഴ്ച. വേലകളിയാണ് പിന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷവും അതിലുപരി ഭക്തിയുമാണ് ഈ ഒരു അവസരത്തിലുള്ളത്. ഇത് സത്രക്കടവിലേക്ക് പോവുകയാണ് ഭദ്രദീപം തെളിയിക്കാനായിട്ട്. വഞ്ചിപ്പാട്ടാണ് ഈ പാടുന്നത്. അപ്പോ എല്ലാവരും ഈ വഴിയരികിലൊക്കെ ആളുകൾ, ഓരോ ഭക്തരും കാത്തു നിൽക്കുന്നുണ്ട് ഭഗവാനെ തൊഴാനായിട്ട്. അപ്പൊ എന്തായാലും സത്രക്കടവിലേക്കുള്ള യാത്രയാണ്, ആ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോഴത്തെ ഈ കാഴ്ചയിൽ. മാവേലിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായി ഒരു ഹാപ്പി ഓണം. നമ്മുടെ പ്രേക്ഷകരോട് എന്താ മാവേലിക്ക് പറയാനുള്ളത്? എല്ലാവിധ ആശംസകളും. വള്ളംകളിയോടനുബന്ധിച്ച് ഉത്രട്ടാതി വള്ളംകളിയിൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. ദീപം കൊണ്ടുള്ള ഘോഷയാത്ര, ദീപവുമായിട്ടുള്ള ഘോഷയാത്രയ്ക്ക് ശേഷം അവിടെ ചെന്ന് പതാക ഉയർത്തും. അതോടുകൂടി പരിപാടി ആരംഭിക്കുന്നതായിരിക്കും. ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും മാവേലിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പൊ മോത്തി ഇവിടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ശബ്ദം വളരെ ചെറുതായാണ് ജയലക്ഷ്മി കേൾക്കുന്നത്. എന്നാലും ആ ആഘോഷത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും വളരെ കൃത്യമായ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. മാതൃഭൂമിയുടേതടക്കമുള്ള എവറോളിംഗ് ട്രോഫികളൊക്കെ നേരത്തെ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാ സന്തോഷത്തോടു കൂടി മാതൃഭൂമി ട്രോഫി അടക്കം വാങ്ങാൻ ഇന്ന് ജല ഉത്സവം നടക്കുകയാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നു. ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുക. അതിന്റെ ഓരോ വിവരങ്ങളും വളരെ കൃത്യമായി തന്നെ കണ്ണനായരും CK അഭിലാലും ജയലക്ഷ്മിയും പങ്കുവയ്ക്കുകയാണ്.